ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ യൂട്യൂബ് ചാനൽ റോമിംഗ് ട്രൈബ് 3.0. ഇന്നത്തെ വ്ളോഗിലെ യാത്ര ലണ്ടനിലെ പ്രശസ്തമായ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്കാണ്. ഡൈനോസറുകളും പ്രകൃതിയുടെ അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു അത്ഭുത ലോകത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ പുറം ഭാഗം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു മ്യൂസിയമായിട്ടല്ല, മറിച്ച് ഇതൊരു വലിയ കൊട്ടാരം കാണുന്ന ഒരു ഫീലിംഗ് ആണ്. അതിന് പുറത്ത് ഒരു ഡൈനോസറിൻ്റെ സ്കെൽറ്റനും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാവരും തന്നെ. ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പ്രത്യേക പാസേജുകളുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു വലിയ നീല തിമിംഗലത്തിൻ്റെ സ്കെലറ്റൻ കാണാൻ പറ്റും. ഈ ഹോള്, ഫസ്റ്റ് കയറുന്ന ഹോള് തന്നെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്കെലറ്റനാണ്. അപ്പം നമുക്ക് ഇതിനെ കാണുമ്പോൾ, ഇതിൻ്റെ വലിപ്പം കാണുമ്പോഴാണ് മനുഷ്യൻ എത്ര ചെറുതാണെന്നും പ്രകൃതി എത്ര വലുതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു വിക്ടോറിയൻ രൂപകൽപ്പനയിലുള്ള ഒരു കെട്ടിടമാണ് ഇത്. ഈ കെട്ടിടം ഒരു കലാസൃഷ്ടി തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്ക് കുറച്ച് സമയം മാത്രമേ ഇതിൻ്റെ അകത്ത് ചുറ്റി നടന്ന് ആസ്വദിക്കാനുമുള്ളൊരു സമയം കിട്ടിയുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് പല പല ഗാലറീസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഡൈനോസറിൻ്റെ ഗാലറിയിലേക്ക് പോയി. അവിടെ നമുക്ക് വലിയ വലിയ ഡൈനോസറിൻ്റെ സ്കെലറ്റൻ ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ശരിക്കും ഈ സ്കെലറ്റനൊക്കെ കാണുമ്പോൾ ഒരു കാലത്ത് ഇങ്ങനെ ജീവിച്ചിരുന്ന മോഡലുകളാണെന്ന് നമ്മളിങ്ങനെ അത്ഭുതകരമായിട്ട് നമ്മൾ നോക്കി നിന്ന് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ഈ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മളിങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കും. ഓരോ പ്രദർശനവും ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രാക്റ്റീവും വളരെ എഡ്യൂക്കേറ്റീവുമാണ്. നമുക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിലാണ് അവർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എർത്ത് ആൻഡ് സയൻസ് സെക്ഷൻ, അവിടെയും ഞങ്ങൾ പോയി. അവിടെ നമുക്ക് അഗ്നിപർവ്വത പ്രദർശനങ്ങളും രത്നങ്ങളും അതുപോലെ ഖനികളും ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ മോഡൽസൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമുക്കൊരു പാഠപുസ്തകത്തിൽ നിന്നോ പഠിച്ചതോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നിന്നോ നമുക്ക് ലഭിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മ്യൂസിയത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇപ്പം ഡയമണ്ട്സ് ആണേലും അതുപോലെ നമ്മൾ ഭൂമിയിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മിനറൽസും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇപ്പം മ്യൂസിയം പഠനവും വിനോദവും ചേർന്ന് വളരെ ഇൻട്രാക്റ്റീവായിട്ടുള്ള ഡിസ്പ്ലേകളാണ് ഇവിടെ ഉള്ളത്. നമുക്കൊരു ഹാൻഡ്സ് ഓൺ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഡിജിറ്റൽ സ്റ്റേഷനുകളും അവൈലബിൾ ആണ്. അപ്പം നമുക്കത് ആ സ്റ്റേഷനുകളിൽ തന്നെ അതിനെപ്പറ്റി നമ്മൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഡിജിറ്റൽ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ശരിക്കും ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും വളർച്ചയും അതിൻ്റെ രൂപഭേദങ്ങളും നമുക്കിതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. അപ്പം ഈ എക്സിബിറ്റ്സ് എല്ലാം വളരെ ആകർഷണീയമാണ്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ട് നമ്മൾ വായിച്ച് നമ്മൾ നിന്ന് പോവും. നമുക്ക് ഒരുപാട് മണിക്കൂറുകൾ, എനിക്ക് തോന്നിയത് ഒരു ഹോൾ ഡേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ഒരുപാട് നോളജുമായിട്ട് നമുക്ക് അവിടുന്ന് പോരാൻ പറ്റും എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും വളരെ ജീവനുള്ള മൃഗങ്ങളെല്ലാം നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് ഓരോ സ്റ്റേഷൻസിലും പോയിട്ട് ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നത്. നമുക്ക് അതിനുശേഷം മ്യൂസിയത്തിൽ ഈ പറഞ്ഞ പോലെ മിനറൽസിൻ്റെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഡയമണ്ടും സഫയറും റൂബിയും സ്വർണവും വെള്ളിയും പ്ലാറ്റിനവും അതിനെ ചേർത്ത് വെച്ചിട്ടുള്ള ആഭരണങ്ങളും അതിൻ്റെ കലാസൃഷ്ടിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ കാഴ്ചകൾ കണ്ട് ഇതിനെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ഈ ഒരു വ്ളോഗിൽ ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ഈ പ്ലേസിൽ പോയി നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ
ലൈക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. കാരണം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയാണ്, കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് വളരെ എഡ്യൂക്കേറ്റീവും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ പറ്റുമെങ്കിൽ ഈ സ്ഥലത്ത് പോയി ഈ മ്യൂസിയം ഒരു ദിവസം ഒരു പ്ലാനായിട്ട് പോയിട്ട് ഈ മ്യൂസിയം കാണുന്നത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാം. ഇന്നത്തെ ഈ മ്യൂസിയം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് ബ്ലോഗ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം റോമിംഗ് ട്രൈബ് 3.0.